ഹലോ ആൻഡ് ഹായ്. ഒരു രാജ്യം ഏതൊക്കെ രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കണം എന്നതും വ്യാപാര ബന്ധം പുലർത്തണം എന്നതും ആ രാജ്യത്തിന്റെ താല്പര്യമാണ്. അതിൽ ഒരു മൂന്നാം കക്ഷി ഇടപെടുകയും ഭീഷണി മുഴക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് നിയമവിരുദ്ധമാണ്. ഒരു രാജ്യത്തിന്റെ വ്യവസ്ഥകളിന്മേലുള്ള അന്യായ കടന്നുകയറ്റമാണ്. എന്നാൽ അതേസമയം ഒരു രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യപ്പെടുന്ന സാധനങ്ങൾക്ക് എന്ത് തീരുവ ചുമത്തണം എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണാധികാരം ആ രാജ്യത്തിനുണ്ട് താനും. റഷ്യയുമായി തുടരുന്ന എണ്ണ വ്യാപാരം നിർത്തണമെന്നാണ് ഇന്ത്യയോടും ചൈനയോടും ബ്രസീലിനോടുമുള്ള അമേരിക്കയുടെ ആവശ്യം. ഇല്ലെങ്കിൽ അമേരിക്ക ഈ രാജ്യങ്ങൾക്ക് 100% തീരുവ ചുമത്തും എന്നാണ് ഭീഷണി. യുക്രൈൻ റഷ്യ യുദ്ധം തുടരാൻ കാരണം ഈ എണ്ണ വ്യാപാരമാണെന്നാണ് അമേരിക്കൻ വാദം. യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് നടത്തിയ ശ്രമങ്ങൾ എങ്ങും എത്താതെ പോകുന്നത് ഒരു വശത്തുണ്ട് എന്ന കാര്യം ഓർക്കുക. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ച് ലോകരാജ്യങ്ങൾക്കെല്ലാം പകരച്ചുങ്കം ചുമത്തിയിട്ടും കാര്യമായി ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റാത്തത് മറുവശത്തുണ്ട് എന്നത് മറ്റൊരു വസ്തുത. ഒപ്പം മുൻകാല സംഭവങ്ങളുടെ പുതിയ വെളിപ്പെടുത്തലുകളും ഒക്കെ ചോദ്യമുനയിൽ നിർത്തുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റിനെ. സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം സ്വപ്നം കാണുന്ന ട്രംപ് പിടിച്ചതെല്ലാം പുലിവാലാകുകയാണോ എന്ന ചോദ്യം പ്രസക്തമാണ്. സൗഹൃദത്തിൽ പോകുന്ന രാജ്യങ്ങളെ കൂടി ശത്രുപക്ഷത്ത് നിർത്തുന്ന നിലപാടിലേക്കാണോ അമേരിക്കയുടെ പോക്ക്? അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കും ഈ വാരം ഈ വിഷയമാണ് ചിന്തിക്കുന്നത്. സ്വാഗതം. ഇന്നത്തെ എന്റെ അതിഥികളെ പരിചയപ്പെടാം. UK കൺസർവേറ്റീവ് പാർട്ടി ഫെഡറേഷൻ എക്സിക്യൂട്ടീവ് കൗൺസിൽ മെമ്പർ ശ്രീ ടോം ആദിത്യ, കൺസർവേറ്റീവ് ആക്ടിവിസ്റ്റും ഫ്ലോറിഡ ലീ കൗണ്ടി റിപ്പബ്ലിക്കൻ പാർട്ടി കമ്മിറ്റി മെമ്പറുമായ ശ്രീ വിൻസെന്റ് സേവ്യർ പാലത്തിങ്കൽ, രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ നിർമ്മൽ എബ്രഹാം. ഞാൻ ആദ്യം ശ്രീ ടോം ആദിത്യയിലേക്ക് പോകുന്നു. സർ, വെൽക്കം. നമ്മൾ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്താണ്. അതായത് കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ UK ഒരു വിശാല സ്വതന്ത്ര വ്യാപാര കരാർ നിലവിൽ വന്നിരിക്കുന്നത്. ഇതിലൂടെ വളരെ സുശക്തമായ ഒരു ബന്ധം ഇരു രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാകുമെന്ന ഒരു പ്രഖ്യാപനം വന്നു കഴിഞ്ഞിട്ടുമുണ്ട്. ഇതിൽ നിലപാടുകൾ പറയുകയാണ് ഇരു രാജ്യങ്ങളും. അതിൽ പ്രത്യേകിച്ചും ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഇത്തരം ഭീഷണികൾ നിലനിൽക്കുമ്പോൾ പോലും പുതിയ ഡീലുകളുമായി മുന്നോട്ട് പോകാൻ ഒരു പ്രശ്നവുമില്ല എന്ന് വിളിച്ചു പറയുന്നു. വളരെ സ്ട്രോങ് ആയി തന്നെ ഈ വിഷയത്തിൽ നിലപാട് ഇന്ത്യ വ്യക്തമാക്കുന്നുമുണ്ട്. ഇനിയിപ്പോൾ അമേരിക്കയല്ല, മറ്റെന്ത് ഭീഷണികൾ ഈ രീതിയിൽ വന്നാലും രാജ്യ താല്പര്യം എന്താണോ അതിനാണ് മുൻതൂക്കം, അതുമായി മുന്നോട്ട് പോകുമെന്ന് ഇന്ത്യ വളരെ വ്യക്തമായി തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏത് രീതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കരാറിനെയും ഒപ്പം തന്നെ നിലവിൽ ഉണ്ടായിരിക്കുന്ന അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഇന്ത്യക്കും ഇടയിലൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു റിഫ്റ്റിനെ നമുക്ക് കാണാൻ കഴിയുക? ശ്രീ ടോം ആദിത്യ. എണ്ണയുടെ തകരുമോ സൗഹൃദം എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. പക്ഷെ ഇതില് റഷ്യ ഇതിനു മുമ്പ് തന്നെ ഈ സാങ്ഷൻസ് കാരണം ഇതിനു മുമ്പ് യുദ്ധം നിർത്തും, അല്ലെങ്കിൽ ദേ വുഡ് ഹാവ് എക്കണോമിക്കൽ ഒരു പ്രോബ്ലം ഉണ്ടാകുമെന്നാണ് പാശ്ചാത്യ രാജ്യങ്ങൾ പ്രതീക്ഷിച്ചത്. അതുണ്ടായില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ അതിന്റെ ഒരു പ്രധാന കണ്ണിയാണ് ഇവർക്ക് എണ്ണ വിറ്റ് കിട്ടുന്ന കാശാണ് ദേ ആർ യൂസിങ് ഫോർ നമ്മുടെ യുദ്ധമുഖത്തേക്ക്. അതുകൊണ്ടാണ് ഈ ഒരു തലത്തിലുള്ള ചർച്ച വരുന്നത്. എങ്കിലും ഇപ്പോഴത്തെ അറിയാമല്ലോ, അമേരിക്ക കഴിയുന്ന രാജ്യങ്ങളോടെല്ലാം, പ്രത്യേകിച്ച് ട്രംപ് അധികാരത്തിന് ശേഷം ഈവൻ കാനഡയോടും വളരെ ഒരു സിസ്റ്റർലി ആയിട്ടുള്ള നേഷനാണ്, അവരോടൊക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു ടാരിഫ് കൊടുക്കുന്നത്. പക്ഷേ ചിലപ്പം അമേരിക്ക നേരത്തെ അങ്ങനെ ആയിരുന്നിരുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വിഷയം ഉണ്ടാകുന്നത്. നമുക്ക് ഇന്ത്യയിലേക്ക് നേരത്തെ ഒരു പ്രൊട്ടക്ഷനിസ്റ്റ് ഒരു രീതിയിലുള്ള എക്കണോമിക്കൽ സ്ട്രക്ചർ ഉണ്ടായിരുന്നത്. സ്പെയിൻ, ഇങ്ങനെ പല രാജ്യങ്ങൾ അങ്ങനെയായിരുന്നു. പിന്നീട് അത് ഓപ്പൺ ചെയ്ത. പക്ഷെ അമേരിക്ക ഇപ്പോഴങ്ങനെ ചെയ്തപ്പോൾ അവിടുത്തെ ബിസിനസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയായിരിക്കും ചെയ്യുന്നത്. പക്ഷെ ഇപ്പോഴുണ്ടാവുന്ന ഒരു വിഷയം, അമേരിക്ക ഒറ്റപ്പെടുകയും മറ്റു രാജ്യങ്ങൾ, ഇന്ന് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ സിറ്റുവേഷൻസ് ഇപ്പം തന്നെ നമുക്കിപ്പം പുതിയതായിട്ടുള്ള വ്യാപാര കരാർ പറഞ്ഞല്ലോ, UK ഇന്ത്യ, അതിനെക്കുറിച്ചാണല്ലോ ഇപ്പം സംസാരിച്ചത്. വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു വ്യാപാര കരാർ. അതിനകത്തുണ്ടാകുന്ന ഇൻവെസ്റ്റ്മെന്റ്സും ജോലികളും വ്യാപാരവും മാത്രമല്ല, പ്രൊഫഷണൽസിന്റെ സാധ്യതകളും ഉണ്ട്. അപ്പം വളരെ വലിയൊരു കാര്യം ഇതിനകത്തൂടെ തുറന്നു വരാൻ, പ്രത്യേകിച്ച് ഇപ്പൊ കേരളത്തിനെ പോലെ ഈ കേരളത്തിലെ ചക്കുകൾ ഇനി ഇങ്ങോട്ട് വരുവാനായിട്ട് സാധിക്കും, നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങൾ സാധിക്കും. അപ്പം നമുക്ക് ഒത്തിരിയധികം പ്രയോജനപ്രദമായിട്ടുള്ള ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ, ഇപ്പൊ നമ്മുടെ ഇവിടെ കരിമീനൊക്കെ ഇവിടെ എത്തിക്കുവാനായിട്ട് തീരവേ ഇല്ലാതെ എത്തിക്കുമ്പോൾ സോ ദർ വിൽ ബി മച്ച് മോർ ഫ്ലോ. ഒരു രാജ്യത്തിന്റെയും അല്ലെങ്കിൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് അത് വ്യാപാരം ഉണ്ടാകുമ്പോഴാണല്ലോ. ഇപ്പം യുക്രൈനെതിരെയുള്ള യുദ്ധത്തിനെ നമുക്ക് ആർക്കും അത് ന്യായീകരിക്കാൻ പറ്റില്ല. റഷ്യ ഇറ്റ്സ് ആക്ച്വലി എ വെരി ഇംപീരിയലിസ്റ്റിക് വൺ, അതിന് യാതൊരു ന്യായീകരണവും ഇല്ലാത്ത. അപ്പൊ ആ രീതിയിൽ വീക്കെൻഡ് സെക്ഷനിലെങ്കിലും മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു ഇന്ത്യയുടെ ഒരു കാലഘട്ടത്തിലുള്ള വിദേശ നയം. അത് നമുക്ക് തുടരുവാനായിട്ട് സാധിക്കുന്നത് നല്ലതാണ്. എന്തായാലും ഞാൻ ഇതിന്റെ ഇടയിലാണല്ലോ നമുക്ക് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇന്ത്യയും
യു കെയും തമ്മിലുള്ള വ്യാപാര കരാർ ഒപ്പുവെച്ചത് അത് ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് സത്യത്തിൽ ഞങ്ങളുടെ സുഹൃത്ത് ബോറിസ് ജോൺസൺ ബ്രെക്സിറ്റ് വന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വ്യാപാര കരാറിലേക്കും വരാൻ സാധിച്ചത്. അതുകൊണ്ട് ഒരു രീതിയിൽ അതിന്റെ ഭാഗവാക്കായിരുന്ന വ്യക്തി എന്ന നിലയിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ ബ്രെക്സിറ്റിന്റെ ക്യാമ്പയിൻ. ഇപ്പോഴത്തെ ഈ സമയത്ത് ഞാൻ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥരുമായിട്ടും ഇതിന് ട്രേഡ് ആൻഡ് വോയിസുമായിട്ടൊക്കെ സംസാരിക്കുന്നത്, അവരൊക്കെ വളരെ പറഞ്ഞ ഒത്തിരിയധികം ചർച്ചകൾ എല്ലാ മാസവും തന്നെ ഇവിടുന്ന് ഡൽഹിയിലേക്ക് പോയി അവിടെ ചർച്ചകൾ ഉണ്ടായിരുന്ന ഓരോ വിഷയങ്ങളെ കുറിച്ചും. അപ്പം ഇറ്റ്സ് ഓൾസോ എ ബ്രോഡ് വൺ. ഇതിന്റെ നിറ്റിഗ്രിറ്റി എല്ലാം നമ്മുടെ പാർലമെന്റിന്റെ ഒരു റാറ്റിഫിക്കേഷൻ കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ആൻഡ് വെൻ ഇറ്റ്സ് കം ടു എൻ ഇംപ്ലിമെന്റേഷൻ സ്റ്റേജ്, അപ്പോഴാണ് നമുക്ക് പൂർണ്ണമായിട്ട് അത് പ്രയോജനപ്പെടുത്തുവാൻ നമ്മുടെ ആൾക്കാർ ഉത്സുകരാകുക. അപ്പൊ തീർച്ചയായും അതിന് ചിലർ ഞാൻ അത് ചോദിക്കാനുള്ള കാരണം തന്നെ അതാണ്. അതായത് ഒരു ബൈലാറ്ററൽ ആണല്ലോ, രണ്ടുപേർക്കിടയിലുള്ള ചർച്ചകളാണ്. അതിലൂടെയാണ് രണ്ടുപേർക്കും എന്താണ് ഏറ്റവും നല്ലതായിട്ട് പോവുക എന്നൊക്കെ തീരുമാനിച്ചിട്ടാണല്ലോ ഒരു ഡീലിലെത്തുക. ഉദ്ദേശം വേറൊന്നാണ്, ഈ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുക എന്നതാണ് ആവശ്യമെന്ന് പറയുന്നു. അപ്പോൾ അതിനായിട്ട് റഷ്യയുമായി ഡീൽ ചെയ്യുന്ന രാജ്യങ്ങളോട് പറയുകയാണ് നിങ്ങൾ അത് ചെയ്യരുത് എന്ന് അമേരിക്ക പറയുകയാണ്. അതിന് എന്ത് ബെനിഫിറ്റ്, മറ്റു രാജ്യങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടാക്കുന്നു എന്ന കാര്യത്തിലൊന്നും യാതൊരു ഒരു നോട്ടവുമില്ലാതെ, അതൊന്നും മാനിക്കാതെ ഒരൊറ്റ പറയലാണ്, ഇത് ചെയ്യരുത്, ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ മേൽ 100% തീരുവ വരും എന്നൊക്കെയുള്ള നിലപാടിനോട് താങ്കൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? അതെ, വളരെ നമ്മൾ ഈ പ്രഷറൈസ് ചെയ്യുന്ന ഒരു ഡീലാണ് അദ്ദേഹത്തിന് വശം എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ നമ്മൾ പലപ്പോഴും ഇന്നത്തെ ഇത് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആ രാജ്യത്തിനും ഈ രാജ്യങ്ങൾക്കെല്ലാം തന്നെ പഴയ പോലത്തെ ഒരു വൺ സൈഡഡ് അല്ല, ഇത് വൺ പോളറൈസ്ഡ് വേൾഡ് അല്ല. എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള നന്മയും തിന്മയും അവരുടെ പ്രോസ് ആൻഡ് കോൺസ് നോക്കിയാണ് അവരെ ഇടപെടുന്നത്. അതുകൊണ്ട് ഇന്ത്യയുമായിട്ട് അതർവൈസ് വി വിൽ ഹാവിങ് എ ബെറ്റർ അഗ്രിമെന്റ്. ഇവിടുത്തെ മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്നോ നമുക്കൊരു വേറൊരു ചർച്ച വരുത്തുവാനെങ്കിലും ഉള്ള ഒരു പ്രയോജനപ്പെടുത്തിയാൽ there should be a broad one, then it would have been much more beneficial. കാരണം ഇപ്പം റഷ്യയിൽ നിന്ന് എന്തുകൊണ്ടാണ് നമ്മളത് ഇന്ത്യ വാങ്ങിക്കുന്നത്, ഓയിൽ വാങ്ങിക്കുന്നത് ഇന്ത്യയിൽ നിന്നുണ്ട്, ഇറാനിൽ നിന്നും ഉണ്ടെന്ന് കേൾക്കുന്നു. ബട്ട് തിങ് ഈസ് ദ പ്രൈസ് ഇസ് ലോവർ. പക്ഷെ അത് സാധാരണ ജനങ്ങൾക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് വാട്ട് വറീസ് മീ ഇൻ ഇന്ത്യ. It's actually the people who are actually profiting is actually the taxmen and or the corporates rather than the കാരണം നമ്മൾ പാകിസ്ഥാനികളിലും കഴിഞ്ഞ ഞാനോട് സന്ദർശിച്ചപ്പോൾ അതിനേക്കാളിലും കൂടുതൽ നമ്മുടെ ഇന്ത്യയിൽ പെട്രോളിന്റെ പ്രൈസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ നോക്കണം, നമ്മൾ അങ്ങനെ മറ്റു സ്ഥലങ്ങൾ നമ്മുടെ ഇന്ത്യക്ക് ചുറ്റുപാടുമുള്ള പല രാജ്യങ്ങളിലേക്കാളിലും കൂടുതലാണ് പെട്രോളിന്റെ പ്രൈസ് പോലും. അതുകൊണ്ട് ഇന്ത്യ നീഡ്സ് ടു ഹാവ് എ കോംപ്രഹെൻസീവ് തോട്ട് ഹൗ ദേ ഹാവ് ടു ഡീൽ വിത്ത് ഇറ്റ്. അതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഞാനെങ്കിലും എനിക്ക് ഈ സമയത്തുള്ള മുഴുവൻ ചർച്ചകളും ചിന്തകളും ഇന്ത്യയും പ്രത്യേകിച്ച് ബ്രിട്ടനുമായിട്ട് നമ്മൾ അത് അങ്ങനെ ആയിരിക്കും എനിക്കറിയാം. ഞാൻ താങ്കളിലേക്ക് എത്താം അടുത്ത റൗണ്ടിൽ. ശ്രീ നിർമ്മൽ എബ്രഹാം, നോക്കുക, ഇവിടെ അമേരിക്ക പ്രധാനമായും പറഞ്ഞ ഒരു കാര്യമെന്നത് ഈ റഷ്യയുമായുള്ള ഇത്തരം ബന്ധങ്ങൾ അല്ലെങ്കിൽ എണ്ണ വ്യാപാരം അത് അവസാനിപ്പിക്കുക. കാരണം അതിൽ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ചാണ് യുക്രൈനെതിരെ വലിയ രീതിയിലുള്ള യുദ്ധം അത് റഷ്യ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പിന്മാറുക എന്നൊരു നിർദ്ദേശമാണ്, ഒരു നിർദ്ദേശം തന്നെ പറയാം. ചൈനയോടും ഇന്ത്യയോടും ബ്രസീലിനോടും എല്ലാം പറയുന്നു, അത് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് മേൽ 100% തീരുവ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ചുമത്തുമെന്നൊക്കെയുള്ള ഭീഷണിയാണ്. യഥാർത്ഥത്തിൽ ഇത് തന്നെയാണോ അമേരിക്കയുടെ പ്രശ്നം? ഈ എണ്ണ വ്യാപാരം തന്നെയാണോ പ്രശ്നം? ഇതാ റോയിറ്റേഴ്സ് പുറത്തുവിട്ടൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ ഒരു ഇന്ത്യൻ കമ്പനി ഒരു റഷ്യൻ കമ്പനിക്ക് ഏതാണ്ട് $1.4 മില്യൺ എക്സ്പ്ലോസീവ് മെറ്റീരിയൽസ് വിറ്റു എന്നാണ് റോയിറ്റേഴ്സ് പറഞ്ഞിരിക്കുന്നത്, റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ അത് ഉപയോഗിക്കുന്നത് മോസ്കോ മിലിറ്ററിക്ക് വേണ്ടിയാണ് എന്നൊക്കെയുള്ള ചില കണ്ടെത്തലുകളൊക്കെ റോയിറ്റേഴ്സ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ യുദ്ധത്തിലേക്ക് നേരിട്ടല്ലെങ്കിൽ കൂടി പരോക്ഷമായെങ്കിൽ കൂടി അത് ഇന്ത്യയുടെ ഭാഗത്തൊക്കെ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനിയുടെ ഭാഗത്തൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നൊരു വസ്തുതയാണ് എന്നൊക്കെയുള്ള മറുവശം അവിടെ ഉണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഇങ്ങനെ ഒരു കടുംവെട്ടിലേക്ക് അല്ലെങ്കിൽ അത്ര ഒരു തീരുമാനത്തിലേക്ക് അമേരിക്ക പോകാൻ കാരണം? നിർമ്മൽ. അല്ല, താങ്കൾ പറഞ്ഞ പോലെ തന്നെ സ്ട്രാറ്റജിക് ആയിട്ടും പൊളിറ്റിക്കൽ ആയിട്ടുള്ള വശങ്ങളുണ്ട്. പക്ഷെ ഇത് തീർച്ചയായിട്ടും ശ്രീ ടോം ആദിത്യ പറഞ്ഞതുപോലെ തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ ഒരു നെഗോഷിയേഷൻ ആയിട്ട് വേണം കാണാൻ. പക്ഷെ ഇതിനകത്തുള്ള ഒരു ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ വിരോധാഭാസം എന്ന് പറയാൻ പറ്റുന്നത്, ഇപ്പം നമ്മൾ റഷ്യയിൽ നിന്ന് ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ചീപ്പായിട്ടുള്ള ക്രൂഡ് ഓയിലിന്റെ അളവ് ഭയങ്കരമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ 2 വർഷത്തിൽ. പക്ഷേ ഈ ഓയില് ഉപയോഗിക്കുന്നത് മൊത്തം നമ്മളല്ല, ഇന്ത്യ അല്ല ഈ മൊത്തം ഓയിലും കൺസ്യൂം ചെയ്യുന്നത്. കുറച്ച് ഓയിൽ ഇന്ത്യ കൺസ്യൂം ചെയ്യുന്നത്, ബാക്കി ഇവിടുത്തെ പ്രൈവറ്റ് പ്ലേയേഴ്സ് ആയ നയരയും റിലയൻസും പിന്നെ നമ്മുടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും എല്ലാം കൂടെ റിഫൈൻ ചെയ്ത്, ഇപ്പൊ ജാംനഗറിലാണ് നമുക്കറിയുന്ന പോലെ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല റിഫൈനറി എന്ന് വേണമെങ്കിൽ പറയാം, ഏറ്റവും വലിയ റിഫൈനറി എന്ന് പറയാം റിലയൻസിന്റെ ജാംനഗർ റിഫൈനറി. ഇവിടെ കൊണ്ടുവന്ന് ഇത് റിഫൈൻ ചെയ്ത്
ഇത് 40-50 രാജ്യങ്ങളിലോട്ട് തിരിച്ചയക്കുകയാണ് ഇന്ത്യ ചീപ്പായിട്ട് നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽ. ഇത് ഏറ്റവും കൂടുതൽ മേടിക്കുന്ന രാജ്യങ്ങൾ ആരൊക്കെയാണെന്നറിയാം? ഒന്ന് അമേരിക്ക, 2 യൂറോപ്യൻ രാജ്യങ്ങൾ. ഇവർ രണ്ടുപേരുമാണ് ഇന്ത്യക്കെതിരെ ഇപ്പോൾ വാദിക്കുന്നത് ഇന്ത്യ മേടിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തൊരു വിരോധാഭാസമുണ്ട്. ഒന്ന്. 2, ഇതേ യൂറോപ്യൻ രാജ്യം നിങ്ങൾ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെ യൂറോപ്യൻ യൂണിയൻ മേടിക്കുന്നുണ്ട് റഷ്യയുടെ അടുത്ത് നിന്ന് ഓയിൽ. പക്ഷെ അവർക്ക് പ്രശ്നമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാങ്ഷൻ്റെ അകത്തൊരു ക്ലോസ് വെച്ചിരിക്കുന്നത് യുക്രൈന് പണം കൊടുക്കുന്ന രാജ്യമാണെങ്കിൽ അല്ലെങ്കിൽ യുക്രൈന് എയ്ഡ് കൊടുക്കുന്ന രാജ്യമാണെങ്കിൽ അവർക്ക് ഓയിൽ മേടിക്കാം റഷ്യയുടെ അടുത്ത് നിന്ന്. അതിന് തടസ്സമൊന്നുമില്ല എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറെ ഇരട്ടത്താപ്പുകൾ അല്ലെ വിരോധാഭാസങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് എന്നുള്ള ഒരു വാസ്തവമാണ്. പക്ഷെ ഇതിനെ ഞാൻ കാണുന്നത് ട്രംപിന്റെ ഒരു എക്കണോമിക്, ഇപ്പൊ നമ്മൾ നേരത്തെ എല്ലാം കണ്ടതുപോലെ ഒരു നെഗോഷിയേഷൻ ടാക്ടിക് ആയിട്ടാണ്. പക്ഷെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് അത് 100%, 500% പോകുന്നു ഞാൻ വിചാരിക്കുന്നു. കാരണം അല്ല, 2 ആഴ്ച 50 ദിവസത്തെ സമയം കൊടുത്തിട്ടുണ്ട് നിർമ്മൽ. കൊടുത്തിട്ടുണ്ട്. ആ. അതെ, 50 ദിവസത്തെ സമയം കൊടുത്തിട്ടുണ്ട്. മിക്കവാറും സെപ്റ്റംബർ ആദ്യമായിരിക്കും ഈ ഇതിനൊരു കൺക്ലൂഷൻ എത്തുക. ആ സമയത്തേക്ക് ഈ റേറ്റ് ഒക്കെ മാറി മറിയാൻ ഫർദർ നെഗോഷിയേഷൻ നടക്കും. കാരണം ഒരു 2 ആഴ്ച മുന്നേ 500% എന്ന് പറഞ്ഞു, ഇപ്പോൾ അത് 100% എത്തി നിൽക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നേരത്തെ ശ്രീ ടോം ആദിത്യ സൂചിപ്പിച്ചു ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്സിന്റെ കാര്യം. ഇപ്പൊ ഇന്ത്യ തന്നെ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇന്ത്യ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ, ഇന്ത്യ മാത്രമല്ല മറ്റു പല രാജ്യങ്ങളും ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് എത്ര ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്സ് ഇപ്പൊ UK ആയിട്ട് നടന്നത് വളരെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒന്നാണ്. അതിന് മുന്നേ UAE ആയിട്ട് നടന്നു, മൗറീഷ്യസ് ആയിട്ട് നടന്നു, ഓസ്ട്രേലിയ ആയിട്ട് നടന്നു, ഇപ്പൊ UK ആയിട്ട് നടന്നു, സ്വിറ്റ്സർലൻഡുമായിട്ട് നടന്നു, ഐസ്ലൻഡുമായിട്ട് നടന്നു, നോർവേ ആയിട്ട് നടന്നു. ഇന്ത്യ കഴിഞ്ഞ 4 വർഷത്തിൽ ഇതുപോലുള്ള ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്സ് എല്ലാം ഒപ്പുവെച്ച് വാങ്ങിച്ചു കൂട്ടുകയാണ്. കാരണം വെച്ചാൽ നമ്മുടെ ട്രേഡിന് എന്തെങ്കിലും ഒരു ഡാമേജ് വന്നാൽ, ഒരു പ്രഷർ വന്നു കഴിഞ്ഞാൽ നമുക്കത് വേറെ സോഴ്സസ് വേണം. ഇതിനെ നമുക്ക് വെന്റ് ഔട്ട് ചെയ്ത് കളയാനായിട്ട് വേറെ സോഴ്സസ് വേണം. അതിന് ഇന്ത്യ നോക്കുന്നുണ്ട്, മറ്റ് രാജ്യങ്ങളും നോക്കുന്നുണ്ട്. നമ്മളിപ്പോൾ റീസെന്റ് കണ്ടു മറ്റു രാജ്യങ്ങളും ഇതിനു വേണ്ടി നെട്ടോട്ടം കൊണ്ടുപോകണം. ചൈനീസ് ആളുകൾ പോലും യൂറോപ്യൻ യൂണിയനിൽ കൂടെ കയറി ഇറങ്ങി നടക്കുകയാണ്. സോ അതുകൊണ്ട് എൻ്റെ ഒരു ഭയം, ഞാൻ ട്രഡീഷണലി ഒരുപാട് കാലങ്ങളായിട്ട് ശ്രീ വിൻസെന്റ് സേവറിനും കൃത്യമായിട്ട് അറിയാം, ഡൊണാൾഡ് ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്ന, അദ്ദേഹത്തിന്റെ പോളിസി ഒരുപാട് അനുകൂലിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇത്തവണ അദ്ദേഹം ചെയ്തത് ഒരു അല്പം കടുങ്കൈ ആയി പോയോ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ബ്രിക്സ് ഉൾപ്പെടെ വളർന്നു വരുന്ന സാഹചര്യത്തിൽ നമുക്കറിയാം കഴിഞ്ഞ 10 വർഷത്തിനിടെ ബ്രിക്സ് 2 മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്ന്, ഡോളറിനെ മാറ്റി വെക്കാനായിട്ട് പുതിയൊരു കറൻസിക്ക് വേണ്ടി അവർ ശ്രമിക്കുന്നു. പുതിയൊരു ബാങ്കിങ് സിസ്റ്റം, സ്വിഫ്റ്റ് എന്ന് പറയുന്ന അമേരിക്കൻ ബാങ്കിങ് സിസ്റ്റത്തിനെ മാറ്റിവെക്കാൻ ബ്രിക്സിന്റെ തന്നെ ഒരു ബാങ്കിങ് സിസ്റ്റം കൊണ്ടുവരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാരലലി നടക്കവേ ഈ ട്രേഡ് ടാരിഫിന്റെ പേരിൽ നടക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന കോൺസിക്വൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക ഒരുപക്ഷെ ഒറ്റപ്പെടുകയും മറ്റു രാജ്യങ്ങളെല്ലാം കൂടെ കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലിട്ട് പോകുമോ എന്നൊരു ഭയമുണ്ട്. ഇതൊരു കടുത്ത കൈയിലേക്ക് ട്രംപ് പോയോ എന്നൊരു സംശയം ഉണ്ട്, പൊതുവിൽ അങ്ങനെ ഉണ്ട് എന്നാണ് ചില നിരീക്ഷകരെങ്കിലും പറയുന്നത്. നോക്കുക, ഈ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമോ അതെല്ലാം ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ കാലം വരെ ട്രംപിന്റെ ഭാഗത്തു നിന്നും. അതിൽ ആദ്യം സമാധാന ചർച്ചകൾ, ഇസ്താംബുളിലെ ചർച്ചകൾ ഒന്നും അങ്ങോട്ട് ഫലം കാണുന്നില്ല. ആദ്യം പുടിനുമായി ഒരു സൗഹൃദം സ്ഥാപിക്കുന്നു ട്രംപ്, പക്ഷേ പിന്നീട് പുടിൻ്റെ സ്വഭാവം ട്രംപിന് ഇഷ്ടപ്പെടുന്നില്ല, വീണ്ടും പഴയ പോലെ തന്നെ ആവുന്നു. അങ്ങനെ ഒരു ശ്രമങ്ങളും വിജയിക്കുന്നില്ല എന്ന് കാണുമ്പോൾ തുടരെ വെടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊട്ടിക്കുക എന്ന രീതിയിലേക്കൊരു നയത്തിലേക്ക് ട്രംപ് പോകുന്നതാണോ? അതോടൊപ്പം തന്നെ നേരത്തെ എവിടേക്കോ പറഞ്ഞു കേട്ട ആ നൊബേൽ പ്രൈസിന്റെ കാര്യമൊക്കെ ട്രംപിന്റെ മുന്നിലുണ്ടോ? ഒന്ന് തുറന്നടിക്കാൻ പ്രയാസമാണ്, പക്ഷേ എങ്കിൽ കൂടി ഇത്തരത്തിലുള്ള ചില ഭീഷണികൾ വെച്ചുകൊണ്ട് ഒരു നെഗോഷിയേഷൻ എന്ന രീതിയിലുള്ള ഒരു ട്രിക്കിലേക്ക് ട്രംപ് മാറുകയാണോ? ഇപ്പം ട്രംപിന്റെ പോളിസികൾ, ട്രംപ് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഉണ്ടാവണമെന്ന് ട്രംപ് ആഗ്രഹിക്കുന്ന, കൺസർവേറ്റീവ് പക്ഷം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയുള്ള നെഗോഷിയേറ്റിംഗ് ടാക്ടിക്സ് തന്നെയാണ് ട്രംപ് ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ട്രംപിന് ഇന്റർനാഷണലി ഉള്ള അജണ്ട എന്ന് പറഞ്ഞാൽ, ട്രംപിന് ചൈനയാണ് അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ ത്രെട്ട്. അത് വളരെ ക്ലിയർ ആണ്. അമേരിക്കയോട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിൽ വളർന്നു വരുന്ന വലിയൊരു ഫോഴ്സ് ഇപ്പൊ ചൈനയാണ്. റഷ്യ ചൈനയായിട്ട് എഗ്രിമെന്റ് ഉണ്ടാക്കി അവരുടെ കൂടെ ഒന്നിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്, ഇൻസ്പൈറ്റ് ഓഫ് അവർ തമ്മിലുള്ള ട്രബിളുകൾ ഉള്ളപ്പോഴും. ട്രംപ് കാണുന്ന അമേരിക്കയുടെ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് എനിമി എന്ന് പറയുന്നത് ഇസ്ലാമിസമാണ്, ടെററിസം, ഇസ്ലാമിക് ആക്ടിവിറ്റി. ഇപ്പൊ ഇറാനായാലും താലിബാൻ ആയാലും അമേരിക്കയ്ക്ക് എതിരായിട്ടുള്ള ഒരു ഗ്ലോബലിസ്റ്റ് അജണ്ടയുള്ള വേറൊരു പ്രശ്നമാണ് ഈ ഇസ്ലാമിസം. അപ്പൊ ഈ പ്രശ്നങ്ങൾ ട്രംപ് ഡീൽ ചെയ്യണമെങ്കിൽ ആ ഏരിയയിൽ ട്രംപിന് ആക്റ്റീവ് ആയിരുന്നേ പറ്റുള്ളൂ, അമേരിക്ക ആക്റ്റീവ് ആയിരുന്നേ പറ്റുള്ളൂ. ആ ഏരിയയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല, ഇൻസ്പൈറ്റ് ഓഫ് ട്രംപ് വാണ്ടിങ് ടു സ്റ്റേ അവേ ഫ്രം foreign struggles, because he thinks his focus should be America. അതാണ് പുള്ളിയുടെ ഫോക്കസ്. അപ്പൊ ഇതിന് ട്രംപ് ആദ്യമായിട്ട് സ്വീകരിച്ച ഒരു നയം എന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. അപ്പൊ നമ്മൾ നോക്കിയാൽ അറിയാം, ഞാനിത് വളരെ സ്ട്രോങ് ആയിട്ട് പണ്ട് തുടങ്ങി പറയുന്ന ഒരു കാര്യമാണ്. ഈ 1979 ശേഷം അമേരിക്ക ഗോർബച്ചേവിനോടും അതിനുശേഷം വന്ന റഷ്യൻ ലീഡേഴ്സിനോടും
വളരെ ചതിവാണ് ചെയ്തിട്ടുള്ളത്, വളരെ ബിട്രയലാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നാറ്റോയുടെ എക്സ്പാൻഷൻ, ഫോർ എക്സാമ്പിൾ, ഈസ്റ്റ് ജർമ്മനിനെ വെസ്റ്റ് ജർമ്മനിയായിട്ട് കൂട്ടിക്കഴിഞ്ഞപ്പോൾ ഉറപ്പ് കൊടുത്തതാണ്, ജെയിംസ് ബേക്കർ ഉറപ്പ് കൊടുത്തതാണ്, നോട്ട് ഈവൺ എൻ ഇഞ്ച് ഫർദർ എക്സ്പാൻഷൻ 1979-80 ടൈം ഫ്രെയിമിൽ. ബട്ട് ദെൻ വാട്ട് ഹാപ്പൻ, വി നോ ദാറ്റ്. അന്നുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ മെമ്പേഴ്സ് അമേരിക്കയുടെ ഒത്താശയോടുകൂടി നാറ്റോയിൽ ജോയിൻ ചെയ്തു. അപ്പൊ റഷ്യനെ അല്ലെങ്കിൽ USSRനെ വാക്കുകൾ ഒത്തിരി കൊടുക്കുകയും എഗ്രിമെന്റുകൾ ഇല്ലാത്ത സമയത്ത് USSR പൊളിഞ്ഞു, ഗോർബച്ചേവ് പൊളിഞ്ഞു. അപ്പം റിട്ടേൺ ആയിട്ട് കരാറുകൾ വരുന്നതിന് മുമ്പ് എല്ലാം USSR ഡിസ്മാൻഡിൽഡ് ആയി. അപ്പൊ അതുകൊണ്ട് ഈ വാക്കുകളാൽ കൊടുത്ത ഒരു എഗ്രിമെന്റും പാലിക്കാതെയാണ് അമേരിക്ക ഈ യാതൊരു ആവശ്യമില്ലാത്ത ഒരു റഷ്യ വിരോധം വഴി ഇവിടുത്തെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്. അതിനെ ചലഞ്ച് ചെയ്യാൻ തയ്യാറായിട്ടുള്ള, അത് അമേരിക്കയുടെ മിസ്റ്റേക്ക് ആണെന്ന് പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു ലീഡറാണ് ട്രംപ്. ഐ മീൻ, ഹി വാസ് നോട്ട് എ പൊളിറ്റീഷ്യൻ അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി, അതായത് ഈ റഷ്യയും അമേരിക്കയും തമ്മിൽ ഇങ്ങനെ സ്ഥിരമായിട്ടുള്ള ഒരു വൈരാഗ്യത്തിന്റെ ആവശ്യമില്ലാത്തൊരു സിറ്റുവേഷനാണ് ഞാൻ കാണുന്നത്. റഷ്യ ഈസ് നോട്ട് കമ്മ്യൂണിസ്റ്റ് എനിമോർ. റഷ്യ ഹാസ് നോ ഗ്ലോബലിസ്റ്റ് അജണ്ട. റഷ്യ ആ ഏരിയയിൽ ഇച്ചിരി ആളാവാനുള്ള കുറച്ച് ഓട്ടോക്രസി ഒക്കെ പുട്ടിൻ്റെ കയ്യിലുണ്ട്. അതല്ലാതെ റഷ്യ ഈസ് നോട്ട് എ പെർമനന്റ് ത്രെറ്റ് ഫോർ അമേരിക്ക. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ട്രംപിന്റെ ഈ ഓവർച്യൂഴ്സ്, ഇത് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി കളയാം എന്നുള്ള ഓവർച്യൂഴ്സ്, അത് പുടിൻ കാണും എന്നാണ് ഞാനൊക്കെ പ്രതീക്ഷിച്ചിരുന്നത്. അത് മനസ്സിലാക്കും. ദിസ് ഈസ് ദ ടൈം ടു റീസെറ്റ് the Russian-American relations. So Russia and American can work together for the future. അപ്പോൾ അതാണ് ഇന്ത്യക്ക് ഏറ്റവും ബെസ്റ്റ് ഇക്വേഷൻ ഇഫ് യു തിങ്ക് അബൌട്ട് ഇറ്റ്. ഇപ്പൊ ചൈനയായിട്ട് അമേരിക്കയ്ക്ക് ട്രേഡ്, അമേരിക്കയിൽ നിന്നല്ല ഏത് രാജ്യത്തിനും ട്രേഡും പരിപാടിയും ബന്ധങ്ങളും എല്ലാം ഉണ്ടായേ പറ്റുള്ളൂ. ബട്ട് അറ്റ് ദ സെയിം ടൈം ചൈന ഒന്നും അല്ലാതിരുന്ന കാലത്ത് പോലും, പട്ടിണിയും പരിവട്ടമായിട്ട് കഴിഞ്ഞ കാലത്ത് പോലും ഇന്ത്യയുടെ ലാൻഡ് പിടിച്ചെടുത്തിട്ടുള്ള രാജ്യമാണ് ചൈന. എന്തായിരുന്നു അതിന്റെ റീസൺ? ഫണ്ടമെന്റൽ റീസൺ ഇന്ത്യയുടെ ഫിലോസോഫിക്കൽ നെയ്വ് ആയിട്ടുള്ള ബിഹേവിയർ, ഇൻഡോ ചീന ബായി ബായി എന്നുള്ള നെഹ്റുവിന്റെ പോളിസിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ചൈന മിലിറ്ററിലി ഗ്രോ ചെയ്തു, ഇന്ത്യ ഗ്രോ ചെയ്തില്ല. അതിന്റെ ഫലം എങ്ങനെ ഉണ്ടായി? അവസാനം ഇന്ത്യയുടെ ലാൻഡ് നഷ്ടപ്പെട്ടു, ഇന്ത്യക്ക് നാണക്കേടുണ്ടായി. അതിൽ നിന്നാണ് നെഹ്റു പാഠം പഠിച്ചത്. ഈ കമ്മ്യൂണിസം സോഷ്യലിസം ഇതൊന്നും പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമില്ല, നമ്മുടെ കാര്യം നമ്മൾ നോക്കിയേ പറ്റുള്ളൂ എന്നുള്ളത്. ഇവൻ VK കൃഷ്ണമേനോനായിട്ട് നെഹ്റു തെറ്റുന്നത് പോലും അവരോട് വേണം, അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നത് പോലും. അപ്പൊ അതുപോലെ തന്നെ ഇന്ത്യ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യക്ക് ഇതിനകത്തുള്ള പെർമനന്റ് എനിമി എന്ന് പറഞ്ഞൊരു സംഭവം ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചൈനയാണ്. ചൈന മിലിറ്ററിലി പവർഫുൾ ആയതിന്റെ കൂടെയാണ് എക്കണോമിക്കലിയും പവർഫുൾ ആവുന്നത്. ഇന്ത്യ മിലിറ്ററിയിലെ ഡിഫൻസ് മാത്രമാണ് ഇന്ത്യയുടെ പോളിസി. പിടിച്ചു നിൽക്കുക, ബാക്കിയുള്ള രാജ്യങ്ങളോട് പിടിച്ചു നിൽക്കുക. ഇന്ത്യ ഈസ് നെവർ അഗ്രസീവ്. ഇന്ത്യസ് ഫിലോസഫി ഈസ് നോട്ട് അഗ്രസീവ്. ഇന്ത്യ ഹാസ് നോ ടെറിട്ടോറിയൽ അംബിഷൻസ്. India is not going to play a game in Indian Ocean or South China Sea or anywhere. അപ്പോൾ ഇന്ത്യക്ക് ഇല്ലാത്തത് മിലിറ്ററിലി ഇന്ത്യക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ചൈന, അമേരിക്ക. അത് ക്വാഡ് അലയൻസ് വഴിയായാലും ചൈനയോടുള്ള ഓപ്പൺ ത്രെറ്റ് വഴിയായാലും ചൈനയെ കൗണ്ടർ ചെയ്യാൻ ഇന്ത്യക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ് അമേരിക്കയുടെ സപ്പോർട്ട്. ബ്രിക്സ് കറൻസി. ബ്രിക്സ് കറൻസി എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഡോളറിനെ ഫണ്ടമെന്റലി നശിപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു സംഭവമാണ് ഈ ബ്രിക്സ് കറൻസി എന്ന് പറയുന്നത്. അതുകൊണ്ട് ആരാണ് ബെനിഫിറ്റ് ചെയ്യാൻ പോകുന്നത്? ഇഫ് യു തിങ്ക് അബൌട്ട് ഇറ്റ്, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ട്രേഡിൽ ഒരു യൂറോ അല്ലെങ്കിൽ ഡോളർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രേഡ് ഒരു ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇന്ത്യക്ക് ഹ്യൂജ് ട്രേഡ് സർപ്ലസ് ഉണ്ട് എവറി ഇയർ. ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇന്ത്യ ഈസ് ഡൂയിങ് മോർ ട്രേഡ് വേർ ഇന്ത്യ ഈസ് ഗെയിനിങ് ദ ഡോളേഴ്സ്. Whereas between India and China has a huge trade surplus. അപ്പോൾ ബ്രിക്സ് കറൻസി എന്ന് വെച്ചാൽ അതിന്റെ 70% ഓഫ് ദാറ്റ് കറൻസി വിൽ ബിലോങ് ടു ചൈന ബിക്കോസ് ഓഫ് ചൈനാസ് എക്കണോമിക് മൈറ്റ്, ഇപ്പോഴുള്ള എക്കണോമിക് മൈറ്റ് വെച്ചിട്ട്. അപ്പോൾ ഇന്ത്യക്ക് വളരെ വീക്ക് ആയിട്ടുള്ള പൊസിഷനുള്ള ഓരോ രാജ്യത്തിന്റെ കൂടെ കൂടിയൊരു കറൻസി ഉണ്ടാക്കുകയും ഡോളർ ഡിപ്പെൻഡൻസി മാറ്റാൻ വേണ്ടി, അത് യാതൊരു രീതിയിലും ഇന്ത്യക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പോകുന്നില്ലാത്തൊരു കാര്യമാണ്. നമ്മളിപ്പം ഇതിനൊന്നും ഇമോഷണൽ ആയിട്ട് കണ്ടിട്ട് കാര്യമില്ല. നമ്മളിപ്പോ ബേസിക്കലി ഇരട്ടത്താപ്പൊക്കെ എല്ലാവർക്കും ഉണ്ട്. ഇന്ത്യക്ക് ഇരട്ടത്താപ്പ് ടോം ആദ്യം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു ഇന്ത്യയുടെ ഇരട്ടത്താപ്പ് എന്താണെന്ന്. അതിനകത്ത് യാതൊരു കുഴപ്പമില്ല. എല്ലാവർക്കും വേണം ഇരട്ടത്താപ്പ്. സർവൈവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇരട്ടത്താപ്പ് വേണം. അത് ട്രംപിനും ഉണ്ട്, ഇന്ത്യക്കും ഉണ്ട്, ചൈനയ്ക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. എവിടെയാണോ ചാൻസ് കിട്ടുന്നത്, ഡോമിനേറ്റ് ചെയ്യാൻ ചാൻസ് കിട്ടുന്നത്, അവിടെ എല്ലാവരും കയറി ഡോമിനേറ്റ് ചെയ്യും. ആ ഡോമിനേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഇന്ത്യക്ക് എതിരായിട്ടുള്ള ഒരു രാജ്യമാണ് ചൈന. അപ്പൊ ഇന്ത്യക്ക് അതിന് വേണ്ടിയ എഗ്രിമെന്റ്സും സ്ട്രാറ്റജിക് പാർട്ണർഷിപ്സും ഇന്ത്യ ഉണ്ടാക്കണം എക്കണോമിക് മൈറ്റിന്റെ കൂട്ടത്തിൽ.
സുദീർഘമായിട്ട് തന്നെ അത്തരത്തിൽ എന്താണ് നിലപാട് എന്ന് വ്യക്തമാക്കിയായിരുന്നു ശ്രീ വിൻസെന്റ് പാലത്തിങ്കൽ. നോക്കുക, അതിൽ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. അമേരിക്ക ഈ രീതിയിൽ അല്ലാതെ പിന്നെ ഏത് രീതിയിലാണ് ഒരു നിലപാട് മുന്നോട്ട് വെക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അത് മാത്രമല്ല, ഇന്ത്യയുടെ പോളിസികൾ സെറ്റ് ചെയ്യുന്ന സമയത്ത്, ഇന്ത്യയുടെ നിലപാടുകൾ പറയുന്ന സമയത്ത് ഏത് രീതിയിലാണ് അവരുടെ സാമ്പത്തിക നയങ്ങൾ വേണ്ടത് എന്നതിൽ കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തണം എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. താങ്കൾക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? പിന്നെ ഞാൻ പറഞ്ഞ ഇന്ത്യയുടെ എക്സ്പോർട്സിന്റെ കാര്യത്തിനകത്ത് അമേരിക്കയാണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത്, ഏകദേശം 18%. രണ്ടാം സ്ഥാനം UAE ആണ്, 8.something. പിന്നെ നെതർലാൻഡ്സ്, ഇങ്ങനെ സിംഗപ്പൂർ, ചൈന, അത് കഴിഞ്ഞാണ് UK വരുന്നത് 3 ഇനി അത് കുറച്ചുകൂടി ഉയരാനായിട്ട് സാധിക്കും. ഇപ്പം ചൈനയുടെ എന്ന് പറഞ്ഞപ്പോൾ 3.5% ഉള്ളൂ ചൈനയുമായിട്ട് നമ്മൾ ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്നത്, പക്ഷേ ഇമ്പോർട്ട്സ് ആണ് കൂടുതൽ. പക്ഷേ വേറെ അമേരിക്കയായിട്ട് 18% ഇന്ത്യ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് ആക്ച്വലി ഡോളർ ആക്കാനെ മാറ്റി വേറൊരു കറൻസി ആക്കുന്നത് സത്യമായി ഇന്ത്യക്ക് അത് പ്രയോജനകരമാവുമോ എന്ന് ലോങ് ടേം ചിന്തിച്ചു വേണം അത് ചെയ്യാനായിട്ട്. അതർവൈസ് ദേ ഷുഡ് ഹാവ് ആൻ വയബിൾ പ്രൊപ്പോസിഷൻ. എനിവേ, ലെറ്റ്സ് hold it for a minute. Okay, let's come back to something which is actually always good for the people. നമ്മുടെ ജനങ്ങൾക്ക് പ്രയോജനകരമായിട്ടുള്ള കാര്യം. ഇന്ന് ഇവിടുത്തെ ഇന്ത്യയും UK തമ്മിലുള്ള എക്സ്പോർട്സിന്റെ കാര്യത്തിനകത്ത് നമ്മൾക്ക് ഇന്ത്യയുടെ 1.8% ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ത്യയും UK തമ്മിൽ ഇന്ത്യയുടെ UKയുടെ എക്കോണമി നോക്കുമ്പോൾ അത് ഒരു 10 മടങ്ങായി മാറി. കാരണം ഇതൊന്നും ഇല്ലാതെ തന്നെ ചൈന 16.2%ഓളം ഇവിടെ ഇറക്കുമതിയുണ്ട്, അതുപോലെ തന്നെ ഇമ്പോർട്ട്സും ഉണ്ട് കേട്ടോ. അപ്പൊ അതൊരു കാര്യമാണ്. നമുക്കിനി അതൊരു കുതിച്ചുയരാനായിട്ടുള്ള ഒരു അവസരമാണ്. ഇതിന്റെ ഒരു അവസരത്തിൽ ഈ എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രിയും ഇപ്പോഴത്തെ ഈ വ്യാപാര കരാറിനകത്ത് വന്നതുകൊണ്ട്, അതായത് കോംപ്രിഹെൻസീവ് ട്രേഡ് എഗ്രിമെന്റിനകത്ത് വന്നതുകൊണ്ട്, എയർബസിന്റെ ഫെസിലിറ്റീസ് റോൾസ് റോയ്സും എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ്, ബ്രിസ്റ്റൽ ഫിൽട്ടണിലാണ് ഇരിക്കുന്നത്. അതുണ്ടെങ്കിൽ ഇവിടെയുള്ള ഒത്തിരി അധികം ആളുകൾ, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനൊക്കെ, സോ പ്രൊഫഷണൽസിനുള്ള ഒരു എക്സ്ചേഞ്ചിനുള്ള ടൈമാണ്. സോ ജസ്റ്റ് ഐ എം യൂസിങ് ദിസ്, ഈ സമയം, ഈ നമ്മുടെ ഈ സമയം നമ്മുടെ അവിടെയുള്ള ആൾക്കാരിലേക്ക് അത് പ്രയോജനപ്പെടുത്തുവാൻ, പ്രൊഫഷണൽസിന്, അതുപോലെ തന്നെ മറ്റു പലർക്കും ഇത് വരുവാനായിട്ട് ഒരു ചാലക ശക്തിയായി മാറും. ഇനി അതുകൊണ്ട് തീർച്ചയായും ഇനി ഇത് കേൾക്കുന്ന കുറെ ആളുകൾ പലവിധ രീതിയിലുള്ളതുണ്ട്. ഞാനിത് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈവൻ നമ്മളോട് ഒരു ചക്കകൃഷി തുടങ്ങുന്ന ആൾക്കാർക്ക് പോലും ഇവിടേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു വാതായനം തുറന്നു വിട്ടു. തീർച്ചയായും ഇങ്ങനെയുള്ള പ്രയോജനപ്പെടുത്തുവാൻ ഇനിയും നമ്മുടെ ഇവിടുത്തെ പ്രേക്ഷകരായിട്ടുള്ളവർക്ക് ഒരു ഉത്സാഹം ഉണ്ടാകട്ടെ എന്നുള്ളൊരു ആഹ്വാനമാണ് ഞാൻ തരുന്നത്. തീർച്ചയായും അങ്ങനെയുള്ളവർക്ക് ഒരു ബ്രിട്ടീഷ് മലയാളി എന്ന നിലയിൽ, ഇവിടുത്തെ താമസിക്കുന്ന മലയാളി എന്നുള്ളതിൽ ഞാൻ അവിടുത്തെ ഡയസ്പൊറ വിൽ ബി സപ്പോർട്ടിങ്. ഏറ്റവും ഒടുക്കത്തിൽ ഈ പറയുന്നത് പോലെ ഇനി എന്താണ് ഇതിലൊരു നയം ഇന്ത്യ സ്വീകരിക്കുക എന്നുള്ളതാണ്. 50 ദിവസത്തെ ഒരു കട്ട് ഓഫ് ടൈമൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ ഈ നിലപാട് വേണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ പെട്രോളിയം മന്ത്രി പറയുന്നത്, നമുക്ക് അത്തരം ഭീഷണികൾക്കൊന്നും ഇപ്പോൾ ഒരു സ്ഥാനവുമില്ല, അതിനെ നോക്കേണ്ടതില്ല. ഒരുപക്ഷെ ഇപ്പോൾ ഈ പറയുന്ന UK-യുമായിട്ടുള്ള ട്രേഡ് കരാറൊക്കെ നമുക്ക് ആ രീതിയിൽ തന്നെ കാണാം. മറ്റുള്ള ബാഹ്യശക്തികളുടെ ഇടപെടലിനൊന്നും ഒരു രീതിയിലും കണക്കാക്കുന്നില്ല, നമ്മുടെ താല്പര്യവുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അത് ഒഴിവാക്കാൻ കഴിയുമോ എന്നത് ചോദ്യം ഉണ്ട്. ഇനി ഒഴിവാക്കിയാൽ തന്നെ വീണ്ടും കൂടുതൽ വിലക്ക് അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ നിന്നൊക്കെ നമുക്ക് ക്രൂഡ് എടുക്കേണ്ട ഒരു സാഹചര്യം വരും. അങ്ങനെയുള്ള ഘട്ടത്തിലേക്കൊക്കെ പോകുമോ എന്താണ് താങ്കൾക്ക് ഒരു കൃത്യമായി ഇത്തരം വിഷയങ്ങൾ നിരീക്ഷിക്കുന്ന ഒരാളെന്നതിൽ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? എന്തായിരിക്കും ഇതിന്റെ ഒരു എൻഡ്? അല്ല, ഇന്ത്യ ഇതിന് ചെവിക്കൊള്ളേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇപ്പൊ ചൈനയെ ഉന്നം വെച്ചുകൊണ്ടാണ് അമേരിക്ക ഇത് ചെയ്യുന്നതെങ്കിൽ അത് ഇപ്പൊ ഇന്ത്യ ഐ തിങ്ക് ഇസ് ഗെറ്റിംഗ് കോട്ട് ഇൻ ദ ക്രോസ് ഫയർ. കാരണം ഒരിക്കലും, മുമ്പത്തെ ഒരു എക്സാമ്പിൾ പറയാം, ഇറാന്റെ കേസ് എടുത്തു. ഇറാന്റെ കേസിലും ചൈനയെ ഉന്നം വെച്ച് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളും കൂടെ ഉന്നം വെച്ചാണ് അമേരിക്ക പറഞ്ഞത് ഇറാന്റെ അടുത്ത് നിന്ന് നിങ്ങൾ ഓയിൽ മേടിക്കാൻ പാടില്ല. ഇന്ത്യ ആ നിമിഷം നിർത്തി മേടിക്കുന്നത്. നമുക്കിപ്പം റഷ്യയുടെ അടുത്ത് നിന്ന് കിട്ടുന്നതിലും $10-12 കുറച്ച് കിട്ടിയാൽ ഇറാന്റെ അടുത്ത് മേടിക്കണം. കഴിഞ്ഞ 5-6 വർഷമായിട്ട് നമ്മൾ മേടിക്കുന്നില്ല. അത് അമേരിക്കയുള്ള റെസ്പെക്ട് അല്ലെങ്കിൽ പേടി എന്ന് വേണേൽ പറയാം. പക്ഷെ റഷ്യയുമായിട്ട് മേടിക്കുന്നത് നമ്മൾ വളരെ ട്രാൻസ്പെറന്റ് ആണ്. ഇപ്പൊ ചൈനയും ഇന്ത്യയും നമ്മൾ വ്യത്യാസം ഇതാണ്. ഇന്ത്യ മേടിക്കുന്നത് വളരെ ട്രാൻസ്പെറന്റ് ആണ്, മേടിക്കുന്ന എല്ലാ അക്കൗണ്ട് ഉണ്ട്, കൃത്യമായിട്ടാണ് പേയ്മെന്റ്സ് പോകുന്നത്. അതിൻ്റെ അകത്തൊന്നും വലിയ രീതിയിലുള്ള ബൈപാസിങ് നടക്കുന്നില്ല. ചൈന നടത്തുന്നത് അങ്ങനെയല്ല. കാരണം ചൈന ഇപ്പം നടന്നു വെച്ചാൽ പല രീതിയിൽ, ഒന്ന് പഴയ ഷിപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്, അത് GPS എല്ലാം ഓഫ് ചെയ്തിട്ട് രഹസ്യമായിട്ട് ഇത് ചെയ്യുന്നു. ഇറാനിൽ നിന്നുള്ള ഓയിൽ ഇങ്ങോട്ട് എത്തുന്ന പല രൂപത്തിലാണ്, മെയ്ഡ് ഇൻ ഒമാൻ, മെയ്ഡ് ഇൻ ഖസാക്കിസ്ഥാൻ, മെയ്ഡ് ഇൻ മലേഷ്യ എന്നൊക്കെ പറഞ്ഞിട്ട് മിക്സ് ചെയ്ത് ഇങ്ങോട്ട് എത്തുന്നു. അങ്ങനെ പല കള്ളത്തരത്തിലൂടെയാണ് ചൈന ഇറാന്റെ അടുത്ത് നിന്ന് മേടിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? കഴിഞ്ഞ 5 വർഷമായിട്ട് ഇന്ത്യ നിർത്തി, ഈ ചൈനയെ കൊണ്ട് നിർത്തിപ്പിക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല എന്നാണ്. ഇവിടെയും ചൈനയെ ഉന്നം വെച്ചാണ് അമേരിക്ക ഇത് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇത് ബാധിക്കാൻ പോകുന്നത്, അതായത് ട്രംപ് 100% എന്ന് വെച്ച് കഴിഞ്ഞാൽ
അത് ചൈനയെ വലിയ രീതിയിൽ ബാധിക്കാൻ പോകുന്നില്ല. കാരണം അവർക്ക് ബൈപ്പാസ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. അവർ ഇത്ര നാളോട് തെളിയിച്ച് കാണിച്ചു തന്നു. കള്ളത്തരത്തിലൂടെ ആവാം, ഇല്ലീഗലായിട്ടാവാം, പക്ഷെ അവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വളരെ ഓപ്പൺ ആണ്, സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. നേരത്തെ ശ്രീ വിൻസെന്റ് സേവ്യർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേറെ ദുരുദ്ദേശങ്ങളൊന്നും ഇല്ലാത്ത ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ ഇത് ബാധിക്കും. രണ്ട് കാര്യം. ഒന്ന്, ഇന്ത്യക്ക് എക്സ്പോർട്ട് റവന്യൂ കുറയും. ഇപ്പൊ നമുക്ക് എക്സ്പോർട്ട് റവന്യൂ നല്ലപോലെ കൂടിയിട്ടുണ്ട്. കാരണം ഈ 40% റജിൻ പറഞ്ഞ പോലെ 40% നമ്മൾ മേടിക്കുമ്പോഴും അതിനകത്ത് വലിയൊരു എലമെന്റ് നമ്മൾ ഇവിടുന്ന് റിഫൈൻ ചെയ്ത് പുറത്തോട്ട് അയക്കുന്നു. അത് ലാഭകരമായതുകൊണ്ടാണ് US-ഉം യൂറോപ്യൻ രാജ്യങ്ങളും അത് മേടിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് വലിയൊരു ലാഭമുണ്ട്. അപ്പൊ പുടിൻ വർദ്ധിപ്പിച്ചാലും ഇന്ത്യ വേണ്ടെന്ന് വെച്ചാലും നമുക്ക് ആ എക്സ്പോർട്ട് റവന്യൂ കുറയും. ഒന്ന്. രണ്ട്, ഇത് പാസ് ഓൺ ചെയ്യുന്ന ചെറിയ രീതിയിലെങ്കിലും 2, 3 അല്ലെങ്കിൽ 5 രൂപ വരെയെങ്കിലും ചിലപ്പോൾ നമ്മുടെ ഓയിൽ കോസ്റ്റ് കൂടാം. അതനുസരിച്ച് ഇൻഫ്ലേഷണറി ട്രെൻഡ് ബാക്കി സ്റ്റോറി നമുക്കറിയാം. കഴിഞ്ഞ 3 വർഷത്തിലെ യുദ്ധങ്ങൾ നടന്നപ്പോൾ നമുക്ക് ഉണ്ടാകാം. പക്ഷെ ഞാൻ വിചാരിക്കുന്ന നെഗോഷിയേഷൻ ആയിട്ടാണ് കാണുന്നത്. അൾട്ടിമേറ്റ്ലി ഇന്ത്യ ഇത് എഫക്ട് ചെയ്യരുതെന്നാണ് ആഗ്രഹിക്കുന്നത്. യെസ്, ചർച്ചകൾ ഇങ്ങനെ ചൂടുപിടിച്ചു വരുന്നുണ്ട്. ഈ വിഷയത്തിൽ ഇനിയിപ്പോൾ ഇന്ത്യ എന്ന നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ നേരത്തെ നിർമ്മൽ പറഞ്ഞതുപോലെയൊക്കെ അത് വലിയ രീതിയിൽ ഇന്ത്യയെ ബാധിക്കില്ല എന്നുള്ള പ്രതീക്ഷയാണ് ഒരുപാട് പേർ വെച്ച് വരുന്നത്. പക്ഷേ അമേരിക്ക എന്തോ മുന്നിൽ കണ്ടിട്ടുണ്ട്, ട്രംപ് എന്തോ മുന്നിൽ കണ്ടിട്ടുണ്ട്. അതിൽ ഒരുപക്ഷെ പുടിൻ എന്ത് നിലപാട് സ്വീകരിക്കുന്നു, പുടിൻ അതിന് വഴങ്ങുമോ, അല്ല യുക്രൈൻ റഷ്യ യുദ്ധം അത് അവസാനിപ്പിക്കാൻ നടപടികളിലേക്ക് ആ രാജ്യം കടക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഇനി മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച. നമസ്കാരം.